ചില എതിർപ്പുകളൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ പോകും സമ്മേളനത്തോടുകൂടെ. അതൊക്കെ എല്ലാ അഴുക്കുകളും ചേറുകളും നീങ്ങിക്കൊണ്ട് നമ്മുടെ മേഖല, ഈ പ്രവർത്തനത്തിൽ മേഖല ശുദ്ധീകരിക്കാൻ സാധിക്കും. അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ചില എതിർപ്പുകളൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ പോകും സമ്മേളനത്തോടുകൂടെ. അതൊക്കെ എല്ലാ അഴുക്കുകളും ചേറുകളും നീങ്ങിക്കൊണ്ട് നമ്മുടെ മേഖല, ഈ പ്രവർത്തനത്തിൽ മേഖല ശുദ്ധീകരിക്കാൻ സാധിക്കും. അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. പള്ളിയിൽ ഇമാമത്തെക്കാൻ ഇമാമിന് വിവരം വേണമെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ഇമാമിന് നമ്മളെ കല്ലെറിയും അല്ലേ? കാവ്യാം വിവരമാണെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ഏടെങ്കിലും കാവ്യന്മാരുണ്ടെങ്കിൽ അവരെന്താക്കും, നമ്മളെ കല്ലെറിയും. ഇതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ സബൂർ വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാനൊന്നുമില്ല, ഞാൻ നിർത്തിയൊക്കെയാണ് എന്ന് പറഞ്ഞ് മൂലയിരുന്നാൽ മതി. പറ്റൂല. മരണം വരെ അതിനു വേണ്ടി പൊരുതി നടക്കണം. ഏതായാലും മരിക്കും. അപ്പം നല്ലവർക്ക് മരിക്കാൻ നല്ല ഏതാ? ഏറും കുത്തുമൊക്കെ കിട്ടിയിട്ട് മരിക്കൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ ചെയ്യണം. ഇപ്പം ഈ സൂറത്തിലെല്ലാം അടങ്ങിയില്ലേ? ഇനി വേറെ ഖുർആൻ വേണ്ട ഇല്ലല്ലോ. ഇത് തന്നെയാണ് എല്ലാ ഖുർആനിലെല്ലാം പറയുന്നത് തന്നെയാണ്. ഈ 4 സംഗതി തന്നെയാണ്. മനുഷ്യൻ നന്നാവേണ്ടത് സ്വയം നന്നാവണം, അവൻ്റെ ഉള്ളും പുറവും നന്നാവണം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കണം. ആ മേഖലയിൽ സബൂർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, നിർത്തിവെക്കരുത്. ഇതാണ് ഈ ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെറുപ്പത്തിലെ നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും, ഒരു ഈമാൻ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ അഖീദ, ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അഖീദ അതാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. നബിൻ്റെ കൂടെ ജീവിച്ചവരാരാ? അവരെന്താ പറയുക? സഹാബത്ത് എന്ന് പറയുക. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ ജീവിച്ച ആൾ, നബിൻ്റെ കൂടെ നബിനെ കാണുകയും നബിനോട് കൂടെ ജീവിക്കുകയും ചെയ്ത ആൾക്കാണ് എന്ത് പറയുക? ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും കാണുക എന്നൊക്കെ നമ്മൾ പറയാം. എന്നാൽ കൊല്ലങ്ങളോളം ജീവിച്ച് പകർത്തിയ ആൾക്കാരാണ് മുഹാജിറുകൾ. സഹാബാക്കൾ 2 ജാതിയാണല്ലോ, രണ്ട് വിഭാഗമാണ്. ഒന്ന് മുഹാജിർ, മക്കക്കാർ അവിടെ കുറഞ്ഞ ആൾക്കാരെ വിശ്വസിച്ചുള്ളത്. ആ സമയത്ത് അവർ മർദ്ദിക്കാൻ തുടങ്ങി, ഖുറൈശികൾ മർദ്ദിക്കാൻ തുടങ്ങി. അവിടെയാണ് സബൂർ വേണ്ടത്. സലാത്തുൽ ജമാഅത്തി തഫ്ളുൻ മിൻ സലാത്തിൽ ഫർദി ബി 27 ദറജ. 27 മടങ്ങ്. 27 എന്ന് പറഞ്ഞാൽ അതൊരു സംഗതി പറഞ്ഞേ ഉള്ളൂ. 27 അതിൻ്റെ അപ്പുറവ് കിട്ടും. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ 27 മടങ്ങ് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജമാഅത്തായിട്ട് നമ്മൾ നടക്കുന്ന സംഗതികളൊക്കെ അതിന് ഒറ്റക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഉണ്ടെന്നാ പിന്നെ എങ്ങനെ ശിർക്കാവുക? അപ്പം ഇത്തരം ചില വാദങ്ങളുമായിട്ട് വന്നവരാണ് വഹാബികൾ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നത് വഹാബികളാണ്. നിങ്ങളിവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അവർ അള്ളാഹു തആല കാക്കട്ടെ, അവർ ശരണത്തോട്ട് കാക്കട്ടെ. പിന്നെയും പലരും വന്ന് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പല പുതിയ ആൾക്കാരൊക്കെ വന്നു. അതായത് നബിയും സഹാബത്തും നമുക്ക് പഠിപ്പിച്ച ഇസ്ലാമാണ് സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നത്. ആ ഇസ്ലാമിനെ തകിടം മറിക്കുന്ന വിഭാഗമായിട്ട് വന്നവരാണ് വഹാബികളും മൗദൂദികളൊക്കെ. ആ വഹാബികൾ വന്നപ്പോഴാണ് അതിൻ്റെ നേതാവാണ് KM മൗലവിയാണ് അത് കൊണ്ടുവന്ന അതിൻ്റെ നേതാവ്. അയാൾ ഒരു സുന്നി പണ്ഡിതനായിരുന്നു, വഹാബിയായി പോയതാണ്, പുതിയ വാദമായിട്ട് വന്നതാണ്. പിന്നെ അതെന്താക്കി, നാട്ടിലൊട്ടാകെ അങ്ങനെ തഴച്ച് വളർന്ന് എല്ലാ നാടുകളിലും അവർ ഈ ഫിത്തന പരത്തി. 1922 ശേഷം അത് പരത്തിയപ്പോഴാണ് അങ്ങനെ നാട്ടിൽ അങ്ങനെ വ്യാപിച്ച് ഈ അപകടം പരന്നപ്പോഴാണ് നമ്മുടെ ഉഹ്റവിയായ അള്ളാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ആ മഹാൻ, അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, നവ്വറല്ലാഹു മറാക്കിദഹും, അങ്ങനെയുള്ള പല പണ്ഡിതന്മാരും, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അങ്ങനെയുള്ള പല പണ്ഡിതന്മാരും വരക്കൽ മുല്ലക്കോയ തങ്ങൾ വിളിച്ചുകൂട്ടി. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇത് വിളിച്ചുകൂട്ടി. അത് യമനിയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ യമൻ എന്ന് വന്നതിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്.
അൽ ഈമാൻ യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യമനിലെ പണ്ഡിതന്മാർ, യമനിലെ സാദാത്തുക്കൾ, അവർ ദീൻ അറിഞ്ഞവരും ദീൻ പ്രവർത്തിക്കുന്നവരും അവരാണ് ദീൻ നടപ്പാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ ഫലമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വിളിച്ചുകൂട്ടി, പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് 1925 കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയിൽ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി ഒരു താൽക്കാലിക കമ്മിറ്റി ഉണ്ടാക്കി, ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി. അപ്പോൾ വഹാബികൾ വേറെ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പോഴാണ് അതിനെ നേരിടാൻ നമുക്കും ഒരു സംഘടന വേണമല്ലോ എന്നുള്ളവർക്കാണ് ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. രണ്ടുപേരും ഓരോണം തന്നെ ആയിരുന്നു. അത് ഇവിടുത്തെ റൈസർ നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് പിറ്റേന്ന് 1926 വിപുലമായി കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ടൗണാളിൽ, കോഴിക്കോട് ടൗണാളിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് പി വി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ആൾക്കാരൊക്കെ സെക്രട്ടറി ആയിക്കൊണ്ടിട്ടുള്ള ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്നത്തെ സംഘടന ഉണ്ടാക്കിയത്. ചരിത്രമൊക്കെ വായിച്ചാൽ കിട്ടും, വായിക്കാനൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, വായിക്കണം, പഠിക്കണം. ഇത് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടന അല്ലത്. ഇത് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വല്ലാസിർ സൂറത്തൊക്കെ ഓതി പറഞ്ഞില്ലേ. അതുപോലെ വസാബിഖൂനൽ അവ്വലൂന മുഹാജിറുൽ അൻസാർ, അള്ളാഹു തൃപ്തിപ്പെട്ട കൂട്ടരെ പറഞ്ഞില്ലേ. വല്ലദീന തബഅഹും പറഞ്ഞിട്ടുണ്ട്, അവരെ പിൻപറ്റിയവർ. ആ പിൻപറ്റിയ വഴിയാണ്, അവർ നടന്ന വഴിയാണ്. ആ വഴി കാണിക്കാനുള്ള, ആ വഴി ഏതാണെന്ന് കാണിക്കൽ ഇവിടെ അനിവാര്യമായിരിക്കുന്നു. കാരണം ഫിത്തന വന്നു. അതുവരെ ഈ ഫിത്തനല്ല, എല്ലാവരും ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലായിരുന്നു. അതിന് വേറൊരു മറുവാക്കില്ല, മറുവാക്കിൻ്റെ ആവശ്യമില്ല. ആ നിലക്ക് എല്ലാവരും ആ കൊടിക്കീഴിൽ തന്നെ ഇങ്ങനെ പോന്നതാ. ഇപ്പം വഹാബികൾ വന്ന് ഫിത്തനയുണ്ടാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കണം, അതിനൊരു സംഘടന നമുക്കും വേണം എന്ന നിലക്കുണ്ടാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം, അതിൻ്റെ ഭരണഘടന 1-ാം ഖണ്ഡിക തന്നെ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം. സമസ്തയുടെ ഭരണഘടനയിലെ 1-ാമത്തെ ഖണ്ഡിക പറയുന്നത്. അതിനെതിരെ പ്രവർത്തിക്കുന്ന വിദഈ പ്രസ്ഥാനക്കാരെയൊക്കെ പ്രതിരോധിക്കുക, രണ്ടാമത് പറയുന്ന അതാണ്. അപ്പോൾ സമസ്തയുടെ മുഖ്യ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ, അതാണ് സാബിഖൂനൽ അവ്വലൂന മുഹാജിറുൻ എന്ന് പറഞ്ഞ അവരെ അഖീദ. ആ അഖീദയാണ് നമ്മൾക്ക് എത്തിയത്. ആ അഖീദ സംരക്ഷിക്കുക, അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുക. വഹാബികൾ കൊണ്ടുവന്ന ഈ തകിടം മറിക്കലൊക്കെ നമ്മൾ എന്താക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നിഷ്കാസനം ചെയ്യുക. ഇതാണ് 1-ാമത്തെ ലക്ഷ്യം. 1ഉം 2ഉം ലക്ഷ്യതാണ്. അങ്ങനെ സമസ്ത ഇവിടെ വന്നപ്പോഴാണ് വഹാബികളുടെ പൊള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ അതിനൊരുപാട് സമയമെടുക്കേണ്ടി വന്നു. നാട്ടിലാകെ ഫിതന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഘടന പ്രസംഗങ്ങളും സമ്മേളനങ്ങളുമായിട്ട് ഒരു 10-15 കൊല്ലം സമസ്ത അതിന് തന്നെ പ്രവർത്തിച്ചു. 26 ഉണ്ടാക്കിയ ആ സമസ്ത ആദ്യമായിട്ട് ചെയ്താണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയ വസ്വാസ്, ആ സംശയങ്ങൾക്കൊക്കെ നിവാരണം വരുത്തിക്കൊണ്ട് പഴയ മതത്തിലേക്ക്, സഹാബികൾ കൊണ്ടുവന്ന മതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പണിയാണ് ചെയ്തത്. വളരെ വിജയം കിട്ടി. അവരുടെ പ്രവർത്തനം വിജയിച്ചു. സമസ്ത എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സമസ്തക്ക് കഴിഞ്ഞു. അതാണ് സമസ്ത. അതായത് മുഹാജിറുകളും അൻസാറുകളും ചെയ്ത പണി എന്താണോ ആ പണി ചെയ്യാൻ അതേ പടിയിൽ വന്ന കൂട്ടരാണ് സമസ്ത. ചില്ലറകാര്യ, രാഷ്ട്രീയക്കാരല്ല, മറ്റൊരു സാംസ്കാരിക സംഘടന അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഘടന പോലെയുള്ള സംഘടന അല്ല, ദീനാണ്. നബിയുടെ ആ ദൗത്യം, അൽ ഉലമാ വറസത്തുൽ അംബിയ, നേരത്തെ പറഞ്ഞല്ലോ, അംബിയാക്കന്മാർക്ക് ശേഷം പിന്നെ നബിയില്ല. പിന്നെ ഈ ദീൻ നടത്തേണ്ടത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളായിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ അനന്തരഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ കാര്യം നിർവഹിച്ചു. അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇവിടെ ദീനുണ്ടാവില്ല. അവരാ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ദീനുണ്ടാവില്ല.
ഈ രൂപത്തിൽ നമ്മളെ തലകെട്ടുണ്ടാവില്ല, നമ്മുടെ പള്ളി ദർശനം ഉണ്ടാവില്ല, നമ്മുടെ ജമാഅത്ത് ഉണ്ടാവില്ല, പ്രാർത്ഥന ഉണ്ടാവില്ല, മൗലൂദ് റാത്തീബുകൾ ഒന്നും ഉണ്ടാവില്ല. മഹാന്മാരേതാണെന്ന് തിരിച്ചറിയില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കും. അള്ളാഹ് ബഹുമാനിച്ചവരാരാണെന്നും അള്ളാഹ് വികറ്റിയവരാരാണെന്നും ആൾക്കാർക്ക് തിരിച്ചറിയില്ല. എല്ലാ കള്ളുടിയന്മാരും കള്ളുടിക്കാത്തവരും ഒക്കെ സമമായിരിക്കും. അപ്പോൾ ഈ ദീൻ നിലനിർത്താൻ അമ്പിയാക്കന്മാർ ചെയ്ത പണി ഇന്നത്തെ കാലത്ത് അമ്പിയാക്കന്മാരെന്ന് പറയാം, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ അനന്തരാമികൾ എന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ തള്ളിപ്പറയോ കളിയാക്കുകയോ ചെയ്താൽ അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നായനെ പോലെ എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിലേക്ക് പോകും, നായെപ്പോലെയാവും. അതുകൊണ്ട് ചില്ലറ തമാശല്ല. നിങ്ങൾ ഈ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയകളൊക്കെ എന്തൊക്കെ ഇപ്പോൾ എഴുതി വിടുന്നത്, ആരെപ്പറ്റിയാണ് എഴുതി വിടുന്നത്? സയ്യിദുൽ ഉലമ, സയ്യിദുൽ ഉലമ, അതുപോലെ നമ്മുടെ തോടാർ ഉസ്താദ്, അങ്ങനെ അടങ്ങിയ, നിങ്ങൾക്കറിയാലോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മൾ പ്രാർത്ഥന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്താ നമ്മളെ പ്രാർത്ഥന? ചൊവ്വായ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം. ചൊവ്വായ വഴി ഏതാ? ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ശൈലിയിലാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ കിതാബ് എടുത്ത് നോക്കി, അല്ലെ പിന്നെ എന്തെങ്കിലും എടുത്തൊക്കെ നോക്കി എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ കുറേ ആൾക്കാർ, നിങ്ങൾ നല്ല മനുഷ്യരെന്ന് പറയുന്ന ആൾക്കാരില്ലേ. ഇപ്പം നമ്മുടെ ഇവിടെ ഉസ്താദില്ലേ, നമ്മളിന്ന് നമ്മുടെ പിന്നെ ജബ്ബാർ ഉസ്താദ് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളതല്ലേ. ഇപ്പോൾ ചെറിയ കുട്ടികളല്ല, കുറച്ച് മുതിർന്നവർക്കൊക്കെ പരിചയമുണ്ടല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഒരു മോശമായ സംഗതിയും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആണ്ട് ഇപ്പം നടന്നിപ്പം കത്തന്തുവായ നടന്നതാ. അതിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. ആ മഹാൻ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ജബ്ബാർ ഉസ്താദ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന് കിതാബ് എടുത്തോക്ക്, ബുഖാരി എടുത്തോക്ക്, തൗഹീദ് എടുത്തോക്ക്, നല്ല ഖുർആൻ പറഞ്ഞത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എൻ്റെ നാട്ടിലേക്ക് നോക്ക്, എൻ്റെ നാട്ടിൽ നല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കുറേ ആൾക്കാരില്ലേ. ജനങ്ങളൊക്കെ പറയില്ല അത് നല്ല മനുഷ്യനാട്ടോ, നല്ല പണ്ഡിതനാണ്, നല്ല തഖ്വയുള്ള ആളാണ്, അള്ളാഹിനെ പേടിക്കുന്ന ആളാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ. നിങ്ങൾ ജബ്ബാർ ഉസ്താദിനെ കണ്ടില്ലേ? മൂപ്പരെ പറ്റി എന്തോ കുറ്റാരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇന്നൊക്കെ ആൾക്കാർ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഖത്തം ദുആനൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ, ആൾ വഫാത്തായതിനു ശേഷം സ്നേഹിക്കുക. അപ്പോൾ അവരുടെ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം. തോടാർ ഉസ്താദ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ സ്ഥാനമൊക്കെ ലഭിച്ച ആൾ ഉറഞ്ഞ് നമ്മളൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം ജീവിതം ഒരു മാതൃകാപരമായ ജീവിതമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ വഴിയിൽ ഞങ്ങളിനി ചേർക്കണമേ എന്ന് നമ്മൾ ദ്വാരിക്കുന്നത്. അതാണ് സമസ്ത പണ്ഡിതന്മാർ. അവരുടെ വഴിയിൽ ഞങ്ങളിനി ചേർക്കണം എന്നാണ്. അവരുടെ വഴിയിൽ ഞങ്ങളിനി ചേർക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് അവരുടെ വഴി ഏതാണെന്ന് നോക്കിയിട്ട് അതിന് പോകണം. അതിപ്പോൾ സമസ്ത ഉണ്ടായതെന്താണെന്നും സമസ്ത ഇപ്പോഴും നിലനിൽക്കുന്ന എന്തിനാ? ഇത്തരം വിദഈ പ്രസ്ഥാനക്കാർ, കള്ളത്തരീക്കത്തുകാർ ഓരോ കാലത്തും അങ്ങനെ വരും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി വരുന്ന ആൾക്കാരെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കുക, അതിൻ്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു കീഴ്ഘടകമായിട്ടാണ് SKSF, അതിൻ്റെ ഒരു വിഭാഗമാണ് തലബ. അങ്ങനെ പലതും ഒക്കെ അങ്ങനെ ആവശ്യമായതൊക്കെ ഇന്ന് അതിന് 14-15 കീഴ്ഘടകങ്ങളുണ്ട്. സുന്നി യമൻ സംഘം, SMF തുടങ്ങി അങ്ങനെ പലതും ഉണ്ട്. വിദ്യാഭ്യാസ ബോർഡ് വലിയൊരു വിദ്യാഭ്യാസ ബോർഡാണ്. 950 ശേഷമാണ് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്. അതുവരെ ഈ വഹാബികളെ എതിർക്കുന്ന പണി തന്നെയായിരുന്നു. നാട് നന്നാവണ്ടേ, നാടൊക്കെ നന്നാക്കണ്ടേ, കുത്തിക്കലിഞ്ഞ നാടിനെന്താക്കണം, നന്നാക്കാൻ വേണ്ടി അത്രയും സമയം എടുത്തിട്ട് 950 26 മുതൽ 50 വരെ വേറൊരു പണിക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞൊക്കെ ഒന്ന് വൃത്തിയായതിനു ശേഷമാണ് വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയത്. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആവശ്യമായതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചരിത്രമൊക്കെ നിങ്ങൾ പഠിക്കണം. അതിന് 100 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 100 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട്, ഒരു കർണാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും പറഞ്ഞതുപോലെ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൻ്റെ ഒരു ആഘോഷം, വലിയൊരു ആഘോഷം തന്നെ. ആഘോഷം എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കലല്ല, കദീന പൊട്ടിക്കലല്ല. നമ്മൾ ഒന്നും കൂടി ഉത്സാഹം വീണ്ടെടുത്തുകൊണ്ട് രംഗത്തിറങ്ങണം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ചെയ്തത് പോരാ, ഇനിയും എന്താക്കണം? ഫിത്തന വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കണം? ഒന്നും കൂടി ഊർജം ശേഖരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ പേരാണ് നമ്മളെ വാർഷികം എന്ന് പറഞ്ഞാൽ.
അല്ലാതെ അതോടുകൂടി അവസാനിക്കാനല്ല. ഇത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം. നാട് നീളെ ഇതിൻ്റെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക, ഓരോ ഗ്രാമങ്ങളിലും. പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആയതുകൊണ്ട് ഇത് കർണാടകയ്ക്ക് ബാധകമല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഈ സമ്മേളനം നടക്കുന്നത് ലോക സമ്മേളനമാണ്. അതന്ന് ഉണ്ടായ സാഹചര്യത്തിലിട്ടൊരു പേരേ നേടും. ആ പേരിലൊന്നും നമ്മൾ എന്താക്കണ്ട, കേരളമൊന്നും മാറ്റണ്ട. ലോക ഇന്റർനാഷണൽ മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്ന, കുണിയിൽ നടക്കാൻ പോകുന്ന സമ്മേളനം. അതിൻ്റെ ഒരു സമ്മേളനം, ഇന്റർനാഷണൽ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ അടുത്ത 1-ാം തീയതി അബുദാബിയിൽ വെച്ച് നടക്കാൻ പോവാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അങ്ങോട്ട് നാളെ മറ്റന്നാൾ പുറപ്പെടുകയാണ്. അവിടെ നടക്കുന്നു. ഡൽഹിയിൽ അതിൻ്റെ സമ്മേളനം നടക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാഷണൽ നിലക്കുള്ള ലോക നിലവാരത്തിലുള്ള ഒരു സമ്മേളനമാക്കിയിട്ട് ഇതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇസ്ലാം. അങ്ങനെയാണല്ലോ ഇസ്ലാം, ലോക നിലവാരത്തിലാണല്ലോ. അപ്പം അതിനെല്ലായിടത്തും തകരാറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ അതിൻ്റെ കഴിവനുസരിച്ച് സമസ്ത വിപുലപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ഈ സമ്മേളനത്തോടുകൂടെ അത് ലോക സമസ്തയായിട്ട് മാറും. സമസ്ത കേരള എന്നുള്ളത് സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അതിൻ്റെ അർത്ഥം. കേരള എന്നുള്ളതിന് പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളൊക്കെ തന്നെ അപ്പം അങ്ങനെയല്ല, കർണാടകക്കാരതിനെതിരല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരും കുട്ടികളും ഇവിടെ ഉള്ളത്, കാരണന്മാരും. അല്ലാഹു തആല ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അത് വിജയിക്കും. അക്കാര്യം സംശയമല്ല. ചില എതിർപ്പുകളൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ പോകും സമ്മേളനത്തോടുകൂടെ. അതൊക്കെ എല്ലാ അഴുക്കുകളും ചേറുകളും നീങ്ങിക്കൊണ്ട് നമ്മുടെ മേഖല, ഈ പ്രവർത്തനത്തിൽ മേഖല ശുദ്ധീകരിക്കാൻ സാധിക്കും. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാ ഷർറുകളും നീങ്ങിക്കിട്ടണം. അർഹമുർ-റഹീമായ തമ്പുരാനെ, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയിലെ ആലിമീങ്ങൾ, അവരെ നീ ഐക്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ സമുദായത്തിന് നേരായ ദിശ കാണിച്ചു കൊടുക്കാനുള്ള തൗഫീഖും ഇസ്സത്തും സലാമത്തും നൽകണേ റഹ്മാനെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ സദസ്സുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ സമ്മേളനത്തെ നീ എല്ലാ എതിർപ്പുകളെ തൊട്ടും കാത്തുകൊണ്ട് വളരെ വിജയത്തിൽ കഴിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിൻ്റെ പ്രവർത്തകർ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നല്ല സിഹത്തും ആഫിയത്തും നൽകണേ റഹ്മാനെ. അങ്ങനെ സമ്മേളനത്തിന് പങ്കെടുക്കുക എന്നുള്ളതും, അതുപോലെ അതിൻ്റെ തഹിയ്യ എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്, ആ ഫണ്ടും വിജയിക്കണം. അത് ആ തഹിയ്യ എന്ന് പറഞ്ഞ സമ്മേളനത്തിൻ്റെ ഫണ്ടല്ല, സമ്മേളനത്തിന് വേണ്ടതൊക്കെ വളരെ കുറഞ്ഞ സംഖ്യ വേണ്ടത്, അതൊക്കെ ഓരോരുത്തർ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊരു പദ്ധതി, ഞാൻ പറഞ്ഞല്ലോ, അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഒരു പല പദ്ധതികളുമുണ്ട്. കോടികളുടെ പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ വിജയിക്കണം. കാരണം നമ്മൾ മുന്നോട്ട് നിന്നാൽ പോരല്ലോ, മുന്നോട്ട് പോകണ്ടേ. ഇപ്പം നമുക്ക് കുറേ പദ്ധതികളൊക്കെ നടപ്പാക്കി നിലവിലുണ്ട്. ഇനി അടുത്ത നൂറ്റാണ്ടിൽ നമുക്ക് കുറേ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. SNEC നമ്മൾ പുതിയ പദ്ധതിയാണ്. അതുപോലെ അൽബിർ പദ്ധതിയുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. അൽബിർ ഉണ്ട്, SNEC ഒക്കെ ഉണ്ട്. അതുപോലെ പിന്നെ എന്താണ്, പിന്നെ പെൺകുട്ടികളതില്ലേ, പെൺകുട്ടികളെ ഫാദില, ഇങ്ങനെയൊക്കെ പുതിയ പദ്ധതികളാണ്. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ഇനിയും നമുക്ക് അടുത്ത നൂറ്റാണ്ടിൽ ചെയ്യാനുണ്ട്. അതിലേക്ക് വേണ്ട ഫണ്ടാണ്. അത് കോടികൾ, എത്ര കോടി കിട്ടിയാലും തികയാത്ത ഉദ്ദേശങ്ങളാണ് നമ്മളതിലുള്ളത്. അല്ലാഹു